ഹായ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ആയി വീഡിയോ ഇട്ടിട്ട്, ബട്ട് ഇന്നത്തേക്ക് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് 2 വീക്സ് കഴിഞ്ഞു. സോ ദിസ് ഇസ് എ സൺഡേ ആൻഡ് ഐ തോട്ട് ഓഫ് ഗോയിങ് ഔട്ട്. സോ ലെറ്റ് സി. ഐ ഡോണ്ട് നോ ഇഫ് ഐ വിൽ പോസ്റ്റ് ദിസ് ഓർ നോട്ട്. ഞാൻ ചുമ്മാ എടുക്കുകയാണ്, പോസ്റ്റ് ചെയ്യുകയോ ഇല്ലയെന്നറിയില്ല. ഇഫ് ഇറ്റ് ഈസ് ടേൺസ് ഗുഡ് ഐ വിൽ പോസ്റ്റ് ഡെഫിനറ്റ്ലി. So let's do some makeup also, not that much. Lip balm and one bindi. Yeah, okay na. കാണാനൊന്നുമില്ല എന്നാലും ഓക്കെ. Yeah, and എനിക്കിങ്ങനെ വ്ലോഗ് ചെയ്യാനൊന്നും അറിയില്ല, ബട്ട് സ്റ്റിൽ ഇത് പിന്നെ ഒരു മെമ്മറി ആവുമല്ലോ. എനിക്കതിന് കുറേ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. ഒന്നാമത് ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് മലയാളമൊന്നും ആരടുത്ത് സംസാരിക്കില്ല. ഒന്നെങ്കിൽ തെലുഗു ആരടുത്തെങ്കിലും നല്ല മുറി തെലുഗു പറയും, പിന്നെന്താ മലയാളം കുറച്ച് പേരോടൊക്കെ സംസാരിക്കുന്നുള്ളൂ. അതിൻ്റെ ആ ഒരു ഇതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് വരുന്നുണ്ട്. എനിക്ക് ഈ ലിപ് ലൈനർ കുറിപ്പിക്കുന്ന അത്ര വേറെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയില്ല, സത്യം. അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്നാൽ അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ല ഇത് ചെയ്യുന്നത്. എന്തെങ്കിലും ഇടാൻ നേരത്തായിരിക്കും അതിങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് കണ്ണാടി നോക്കി ചെയ്താൽ കിട്ടില്ല. ഫോണിൽ നോക്കി ചെയ്താൽ കിട്ടില്ല, കണ്ണാടി നോക്കിയിട്ട് ചെയ്യാം. ഇതൊക്കെ ആകുമ്പോൾ പോവും. കാരണം ഞാനിപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഒന്നും കുക്ക് ചെയ്തിട്ടില്ല. ഞായറാഴ്ച ഞാൻ എന്ത് ചെയ്യും, കുറച്ച് നേരം ഉറങ്ങി എണീക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്തിട്ട് ഇപ്പം ഞാൻ കുളിച്ചു. എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നത്. ലെറ്റ്സ് സീ. ഡാർക്കായില്ലേ? അത് ഡാർക്കായ യാ, ഒന്ന് ഒരു റെഡിഷാണ്, ഒന്ന് കുറച്ച് ബ്രൗണിഷും ആയി അല്ലേ? യാ ഓൾമോസ്റ്റ് ഡൺ. ഇനി ഞാൻ ഹെയർ ഒന്ന് ചുമ്മാ ചെയ്യും. ഹെയർ ഒന്ന് ഞാൻ ചുമ്മാ ചെയ്തിടും. സാധാരണ ഞാനിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ മുടി അങ്ങനെ അഴിച്ചിടുകയൊക്കെ ചെയ്യാം. ഇറ്റ്സ് നോട്ട് എ ഇഷ്യൂ, ബട്ട് അങ്ങനെ ചെയ്യാറില്ല. ഒന്നാമത് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൂടെടുക്കും, അപ്പം ഞാൻ ഇടാറില്ല. നീ എന്താ ചെയ്യാറുള്ളത്? വിൽ പുട്ട് സം ഹൈലൈറ്റ്സ് ഓൾസോ. ഇതൊന്നും കാണുമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ എല്ലാം ഇട്ടെന്ന് എനിക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെന്താ, കമ്മലിട്ടിട്ടില്ല. ഞാൻ പോയി കമ്മലെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ഈ വ്ലോഗൊക്കെ എടുക്കുന്നുണ്ട്, ബട്ട് ഇതെനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം നാളെ സ്കൂളുണ്ട്, തിങ്കളാഴ്ചയായി. എനിക്കറിയില്ല ഞാനിത് എന്ന് പോസ്റ്റ് ചെയ്യുന്നു, ബട്ട് ഐ വിൽ ട്രൈ. വാവ്, യാ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ദെൻ മുടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ചീക്കി കൊടുക്കുക. എൻ്റെ ഹെയർ ചീകാണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല വൃത്തിക്കിരിക്കും തോന്നും. ചീക്കി കഴിഞ്ഞാൽ ഒരു മതിരിയാവും. റെഡി, ദാറ്റ്സ് ഇറ്റ്. കാലിലൊക്കെ കുറച്ച് സൺസ്ക്രീൻ ഇട്ട്, കാരണം പുറത്തൊക്കെ പോകുന്നതാണ്. ബോഡി സൺസ്ക്രീൻ ഇല്ല, അപ്പം ഞാൻ ഒരു ഫേസ് സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കാണ്ട് വെക്കുന്നൊക്കെയുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് കാലിലൊക്കെ ഇടും. എനിക്കറിയില്ല അതൊക്കെ വർക്കാവുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാം ഇട്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടെങ്കിൽ ഒന്നും ആയില്ലാന്ന് പോകുന്നു, അത്രേ ഉള്ളൂ. ബട്ട് ആവാറുണ്ട് സ്റ്റിൽ. എല്ലാം ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. I'm feeling so awkward. കാണുന്നവർ കാണും, അല്ലാത്തവർ കാണില്ല, എന്ത് വിചാരിക്കും. ഓക്കെ, ബാഗ് പാക്ക് ചെയ്യാം. ഞാനൊരു ഇത് വെക്കുന്നുണ്ട്, തലയിൽ കെട്ടുന്ന സാധനം. പിന്നെ ഒരു വൈറ്റ്സ് ഞാൻ എപ്പോഴും കൈ തുടയ്ക്കാം. പിന്നെ അതാ ചാർജർ. ദാറ്റ്സ് ഇറ്റ്. വേണമെങ്കിൽ എയർപോർട്ട്സും കൂടി വെക്കാം, ഉപയോഗിക്കൊന്നുമില്ല.
പിന്നെ ഈ അന്തൻ റെയിൻ കോട്ട്. ഞാൻ വെള്ളം കുപ്പി എടുക്കാമെന്ന് വിചാരിച്ചു, ബട്ട് വെള്ളം കുപ്പി എടുത്താൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. എടുക്കുന്നില്ല, നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. സോ ലെറ്റ്സ് ഗോ. ബൈ, നോട്ട് ബൈ, സ്റ്റേ വിത്ത് മീ. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വിൽ ഗോ ആൻഡ് ഈറ്റ് സംതിങ്. കാരണം ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. കുറച്ച് കൂടിപ്പോയായിരുന്നു. ഐ ലൈക്ക് ദിസ് പ്ലേസ്. ലൈക്ക് ഈ സ്ഥലത്തെത്തുമ്പോൾ ഞാൻ എന്നും സ്നാപ്പ് അയക്കാറുണ്ട്. എൻ്റെ സ്നാപ്പൊക്കെ കാണുന്നവർ കരുതുന്നു. ലെറ്റ്സ് ഗോ ആൻഡ് ഈറ്റ് സംതിങ്. ലുക്ക് അറ്റ് ദ വ്യൂ. നമുക്ക് ഇപ്പോൾ ഫോണിലൊക്കെ റീലൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇവിടെ കുറേ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ, അങ്ങനെ കുറേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നേരിട്ട് കാണാൻ ഫോണിൽ നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഭംഗി, മീൻസ് ഞാൻ ഇപ്പോൾ എടുക്കുന്നതിൻ്റെ ഉണ്ടാവും, പക്ഷേ നേരിട്ട് കാണാൻ ഒരു നല്ലൊരു രസമുണ്ട്. ബട്ട് ഇപ്പോൾ കുറച്ച് വെയിലുണ്ട്. പക്ഷെ ഒരു തണുത്തൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് വന്ന് ഇരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ആൾക്കാരൊക്കെ നിലത്ത് ആ പുല്ലിൽ ഇരിക്കുന്നൊക്കെ ഉണ്ട്. മീൻസ് നമുക്കൊരു ഇച്ചിരി റിലാക്സ് ആയിട്ട് തണുപ്പൊക്കെ കാണിച്ച് ഇവിടെ വന്നിരിക്കാം. അവിടെ ഞാനിത് ഒറ്റയ്ക്കാണ്, ബട്ട് അവിടെ കുറേ പേര് ഫോട്ടോ ഒക്കെ എടുത്തു. ആ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. മീൻസ് ആ ഒരു വൈറ്റ് ഫ്ലവറൊക്കെ കാണാൻ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോഴാണ് ഇത് വന്ന് കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ഞാൻ ഫ്രണ്ട് സൈഡ് കയറിയില്ല, അതെന്താണെന്ന് എനിക്ക് അറിയില്ല. പോയി നോക്കട്ടെ കേട്ടോ എന്തായാലും. ഇവിടെ ഇങ്ങനെ നമ്മുടെ അസഫ് ജാഹി അങ്ങനെയുള്ള ഓരോ ഇവിടുത്തെ റൂളേഴ്സ് ഇല്ലേ, ഈ കിങ്ഡം റൂളേഴ്സ്, അവരുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. ഈ അസഫ് ജാഹിയെ കുറിച്ചാണ് ഞാൻ അസൈൻമെൻറ്റിന് ചെയ്തായിരുന്നു ഹിസ്റ്ററിയിൽ. മുന്നേയൊക്കെ ഒന്ന് കാണാമായിരുന്നു. ഇതൊക്കെ കണ്ടോ, നമ്മൾ ഈ വിൻറ്റേജ് ടൈപ്പ് വണ്ടികളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ നല്ല ഇഷ്ടപ്പെടും. മീൻസ് ഫോണിൽ അത്ര ആ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല, ബട്ട് നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഈ പണ്ടുള്ള സിനിമകളൊക്കെ ഇങ്ങനെ വണ്ടികൾ കാണില്ല, അതേപോലെ തന്നെ ഉണ്ട്. ഞാൻ വ്ലോഗൊന്നും ചെയ്യേണ്ട സ്ഥലമൊക്കെ കണ്ടിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പറ്റാനുള്ള നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്കങ്ങനെയൊക്കെ കൗൺസിൽ ഹാൾ, ഖുറാൻ ഗാലറി. ഇവിടെ ഫോൺ അലോഡല്ല, ഞാൻ പോയി കണ്ടിട്ട് വരാട്ടോ. അതൊക്കെ കണ്ടോ, എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരു നല്ല രസമുണ്ട്. ഒരാളും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്ത് തരാൻ പറ്റുമായിരുന്നു, ബട്ട് ആരുമില്ല. അതുകൊണ്ട് എനിക്ക് ഫോട്ടോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ എന്ന് വെച്ച് വിൽഡു വ്ലോഗ്. അതിൻ്റെ പേര് ക്ലോക്ക് ടവർ എന്നാണ് കേട്ടോ. ശരി, അതിൻ്റെ മുകളിലൊരു ക്ലോക്ക് ടവർ ഉണ്ട്. ഫേമസ്ലി കോൾഡ്. I will show the clock. അതാണ് ആ ക്ലോക്ക്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഫ്രണ്ടിൽ കയറാണ്ടാണ് ബാക്കിലോട്ട് പോയതെന്ന്. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ സ്ഥലം. ഞാനും വിചാരിച്ചു എല്ലാവരും കാണുന്ന ആ സ്ഥലം ഞാനെന്താ കാണാതെ. ഇപ്പം കിട്ടി. ഈ സൺഡേ ആയതുകൊണ്ട് നല്ല ക്രൗഡഡാണ്. ഇല്ല മറ്റേ പാട്ടൊക്കെ കേട്ടിട്ടാണ് ഞാനിതിങ്ങനെ കാണുന്നത്. മറ്റേ മോലാമേര ആ പാട്ടില്ലേ, അതൊക്കെ മനസ്സിലിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ വേറൊരു വൈബുണ്ട്, നല്ല രസമുണ്ട്. പണ്ടത്തെ അത് കണ്ട അവിടെ ഈ രാജാവൊക്കെ ഇരിക്കുന്ന മെയിൻ ദർബാർസൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സ്ഥലമാണെന്നല്ല അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ ഒന്ന് അവിടേക്ക് ആയിരിക്കും രാജാവൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നത്. നല്ല രസമുണ്ടല്ലേ. കാണുന്നതാണ് പാലസ്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആദ്യം കയറിയാൽ മതിയായിരുന്നു. അത് നമുക്ക് കറക്റ്റ് എല്ലാം കണ്ട് വരാം. പക്ഷേ ഒരു ഇതെല്ലാം കവർ ചെയ്തു. ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഇത്ര അടുത്തേ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഇവിടെ ബെഞ്ചുണ്ട്, ഇത്ര അടുത്തൊന്ന് കാണാം.
അപ്പോൾ ആ കാണുന്നതാണ് മെയിൻ പാലസ്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ആ ഒരു വ്യൂ ആണ് കിട്ടുക. അപ്പോൾ കയറി വരുന്ന അതിക്കൂടെ സൈഡിൽ കൂടെ പോയി ആ പാലസ് കണ്ട് അങ്ങനെ ഫുൾ കണ്ട് നമുക്ക് ഇറങ്ങാം. നല്ല രസമുണ്ട്. നടന്ന് കാണാനുള്ള സ്ഥലങ്ങൾ. എനിക്ക് ഈ ഫ്ലവർ ഭയങ്കര ഇഷ്ടമായി. സി ഐ ഹാവ് ഓൾസോ ഗോട്ട് വൺ. ഇത് നമ്മൾ ചാർമിനാറില്ലേ, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അവിടെ നിന്ന് കയറിയിട്ടുള്ള ഒരു വ്യൂ ആണ്. ഇത് ഭയങ്കര അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും കയറി നിന്നതാണ്. ഇതിൻ്റെ വഴി എങ്ങനെയാണെന്ന് അറിയാം, ഇങ്ങനെ ചുറ്റിയിട്ട് മീൻസ് ഇങ്ങനെ സ്പൈറൽ പോലെയാണ് നമ്മൾ കയറുക, സ്റ്റെപ്പുള്ളത്. ഇതാണ് അതിൻ്റെ മുകളിലുള്ള വ്യൂ. ഇത് പക്ഷേ ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് കയറി നോക്കിയത്. പക്ഷെ എനിക്ക് അത്ര തോന്നുന്നില്ല. കണ്ടോ, എല്ലാവരും കൂടി ഇരിക്കുക. നല്ല രസം, നല്ലൊരു സമാധാനമുണ്ട്. മീൻസ് ചാർമിനാറിൽ ഭയങ്കര ആ ഒരു തിരക്കും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. തിരക്കും മീൻസ് അങ്ങനെയല്ല, തിരക്കുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമുള്ള സ്ഥലം ഇവിടെ. ഇവിടെ ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്നൊക്കെ അവിടെ കണ്ടാവും. പുള്ളിക്കാരൻ കണ്ടാവും മുഖമൊക്കെ കഴുകുന്ന അങ്ങനെയൊക്കെ ഒരു സ്ഥലം. നല്ല രസമുണ്ട് ഇരിക്കാൻ, നല്ല രസമുണ്ട്. മീൻസ് ആ ഒരു ഭാഗത്ത് ഭയങ്കര തണുപ്പാണ്, പക്ഷെ അവിടെ കുറേ പേര് കിടക്കുന്നുണ്ടാകും. അതിന് ഇവിടെ വന്നിരിക്കും. നല്ല രസമുണ്ട്. കുറേ പിള്ളേരും ഹായ് കൊള്ളാലേ. ആ ചാർമിനാറിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ക്ഷീണിച്ചു പോയായിരുന്നു, കാലൊക്കെ വേദനിച്ചിട്ട്. അപ്പം ഞാൻ നേരെ വീട്ടിൽ മീൻസ് റൂമിൽ പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതെന്തായാലും ഇതിൻ്റെ അടുത്തല്ലേ, ഒന്ന് കണ്ടേക്കാന്ന് വെച്ച് വെറുതെ കയറിയതാണ്. പക്ഷേ ഭയങ്കര പിന്നെ ഇവിടെ നിന്ന് പോകാമെന്നുള്ള നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ. മീൻസ് ഇവിടെ ഒരു പീസ്ഫുൾ ഏരിയ, കൊള്ളാം ഇരിക്കാൻ. ഇവിടെ നല്ലൊരു സമാധാനമുണ്ട്. ഈവൻറ്റോ ഇവിടെ ആൾക്കാരുണ്ടെങ്കിൽ നല്ലൊരു സമാധാനമുണ്ട്. വീട്ടിൽ വന്നു. പോയ പോലെ എങ്ങനെയായിരുന്നു, വന്ന പോലെ എങ്ങനെയാണെന്ന് നോക്കുക. എന്നും ഞായറാഴ്ച കിടന്നുറങ്ങും എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി ഞായറാഴ്ച ദിവസം ഞാൻ പുറത്തൊക്കെ പോയി വന്നു. ഞാൻ കുറേ കാലത്ത് ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് കാണാൻ പോകുന്നത്. സോ ഒരു സോളോ ഡേറ്റ് ആയിരുന്നു ഇന്ന്. ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ട് കുറേ, പക്ഷേ ഇങ്ങനെ സ്ഥലം കാണാനായിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. രസമായിരുന്നു. കുറച്ച് ടയർഡായി. വന്നപ്പോൾ നല്ല മഴയായിരുന്നു. റെയിൻകോട്ട് അവിടെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ പോയി ഒന്ന് കുളിക്കണം, ഡ്രസ്സൊക്കെ മാറി. എൻ്റെ ഔട്ട്ഫിറ്റ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ലെറ്റ് സീ മൈ ഔട്ട്ഫിറ്റ്. പാൻറ്റിന് ഭയങ്കര ഇഷ്ടമായി. ദിസ് ഇസ് ദ ഫുൾ ഫിറ്റ്. നല്ല സുഖമുണ്ട്. സമ്മറിലൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സ്, പക്ഷേ ഇവിടെ ഇപ്പോഴും ചൂടാണ്. അതുകൊണ്ട് ഇത് ഇട്ടപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. ഇനി ഞാൻ പോയി കുളിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. കണ്ടവർക്ക് മാത്രം എന്താ പറയുക, ഇന്ന് പോയ സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ നേരിട്ട് കണ്ടാൽ ഒരു ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണ്. മീൻസ് അതിപ്പോൾ ഫോണിൽ നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഭംഗി കാണാൻ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ എടുക്കുന്ന ആംഗിളിൻ്റെ സംഭവങ്ങളുണ്ടാവും. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്, ഈ ചൗമഹല്ല പാലസിൻ്റെ ഒക്കെ വീഡിയോ കുറേ ആൾക്കാരിടുന്നത്. അത് അവരുടെ മീൻസ് റീലൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ അതിലും ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. പക്ഷെ ഞാൻ എടുത്തേക്കുന്ന എത്രത്തോളം കറക്റ്റായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിമ്ര കഫേ അതില്ലേ, മസ്ക ബൺ, അത് ഒരു മസ്റ്റ് ട്രൈ ആണ്. നാട്ടിലൊക്കെ കുറേ അത് ട്രെൻഡായിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീലൊക്കെ. ബട്ട് ഇത് ഓജി സാധനം, എന്താ ഇറാനി ചായയും മസ്ക ബണ്ണും സീൻ സാധനം. അത് ഇവിടെ വരുന്നവർ എന്തായാലും പോയി ട്രൈ ചെയ്യുക. ചാർമിനാറിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത്. തൊട്ടടുത്ത് തന്നെയാണ് ഇത് വരുന്നത്. ഞാനതിൻ്റെ മുകളിൽ നിന്നാണ് ആ സ്ഥലം കണ്ടുപിടിച്ചത്. മുകളിൽ കയറി കഴിഞ്ഞ് താഴേക്ക് നോക്കിയപ്പോൾ അത് കണ്ടത്. അങ്ങനെ ഇറങ്ങി വന്ന് പോയി കഴിച്ചപ്പോൾ ഒന്ന് ചാർജ് ചെയ്തു. നല്ല ചൂട് ചായയും മസ്ക ബണ്ണും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്.
അപ്പോൾ കണ്ടവർക്ക് വ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വ്ലോഗ് എന്നായിരിക്കും എന്നറിയില്ല. ടിൽ ദെൻ